ഈ ഒരു പോർഷൻ കണ്ടോ? കണ്ടു. അത് കോട്ടയാട്. ഓക്കെ, അതും കോട്ടയാടാണ്. അപ്പോൾ ലിവിങ്ങിലേക്ക് വരുന്നത് ഇവിടെ കോട്ടയാടാണ്. ഇപ്പോൾ ഓപ്പൺ കിച്ചൺ, ഡൈനിങ്, 2 ബെഡ്റൂം വിത്ത് ബാത്റൂം, ഇത് സ്റ്റെയർ. ഓക്കെ, ഈ കോട്ടയാടില്ലേ നമ്മൾ വാതിലിന്റെ ഫ്രണ്ട് വാതിലിന്റെ റൈറ്റ് സൈഡിൽ കോട്ടയാട് ബേസ് ചെയ്താണ് നമ്മളൊരു പൂജ എന്ന രീതിയിൽ ഈ ചുവരിൽ കൊടുക്കാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോൾ അത് കാണുന്നതിന് കണക്കാക്കി. ഓക്കെ, വാതിൽ തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇതൊരു പ്രീമിയം ബഡ്ജറ്റ് ആണോ അതോ ഒരു മീഡിയം ബഡ്ജറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? മീഡിയം. ഒരു മീഡിയം ബഡ്ജറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. നമുക്കിതില് സീലിംഗ് ലൈറ്റ്, സീലിംഗ് ഫാന്, ഹാങ്ങിങ് ലൈറ്റ്സ് അതെല്ലാം ആഡ് ചെയ്യാലോ. ഇപ്പോഴത്തെ ലൈറ്റുകൾ കുഞ്ഞു കുഞ്ഞു ഹാങ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഒക്കെ ആഡ് ചെയ്യാം അല്ലേ? അതൊന്നും വേണ്ട. അതൊക്കെ നോർമൽ കേസിലല്ല, അങ്ങനെ ആഡംബരമായിട്ട് അതിനകത്തൊന്നും ഇല്ല. ശരി. ഇതിലെന്തെങ്കിലും സാറിന് റെഫറൻസ് ചെയ്തു വെച്ചിട്ടുണ്ടോ, ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും റെഫറൻസുകൾ തരാനുണ്ട്? ഇത് വസ്തു നമ്മള് ഈ വാതിൽ സിറ്റ് ഔട്ടിന് കയറുന്നത് അതിന് കിഴക്ക് ദർശനത്തോടു കൂടിയാണ്. നമ്മൾ ഈ കാർ പോർച്ച് അവർ നിൽക്കുന്നില്ലേ, ആ കാർ നിൽക്കുന്നതാണ് നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. ആ പോർഷനാണ്. കാർ പോർച്ചിന്റെ മുകളിൽ ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. അതാണ് ഈ നമ്മളെ റോഡിൽ നിന്നുള്ള വ്യൂ. കുറച്ചും കൂടെ സൗണ്ടിൽ പറയണേ, കേൾക്കുന്നില്ല. കാർ പോർച്ചിന്റെ മുകളിൽ ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമുക്കൊരു വ്യൂ ആയിട്ട് എടുത്തുകൊണ്ട് ഒരു 3D ആണ് സെറ്റ് ചെയ്ത് തരേണ്ടത്. മനസ്സിലായോ? ഏതെങ്കിലും ഇതിലെ പ്രത്യേക കളർ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കളർ പാറ്റേൺ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ലിവിങ്ങിന്റെ അവിടെ ഡബിൾ ഹൈറ്റിന്റെ ഒരു സാധനം വരണം. ഡബിൾ ഹൈറ്റിന്റെ ഇത് വരണം. പിന്നെ ഇതില് നോർമൽ ഫർണിച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യാലോ. നോർമൽ ഫർണിച്ചേഴ്സ് ഓക്കെ. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ചെറിയൊരു സ്പേസേ ഉള്ളൂ. വർക്ക് ഏരിയ ഇപ്പൊ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആഡ് ചെയ്യുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ്സുകളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സുകൾ എന്തായാലും വെക്കാലോ. കുഞ്ഞു ഒരു സീലിംഗ് ലൈറ്റ്സ് വേണ്ട, നോർമൽ മതി. ശരി. ഇനി വാൾ പെയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? വാൾ പെയിന്റിലേക്ക് നമ്മൾ പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വേറെ ഈ മുകളിലുള്ള വാൾ പെയിന്റിനെ സംബന്ധിച്ച് നമുക്കത് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഇതിൽ ഈ ഡോറിന്റെ വിൻഡോസിന്റെ മെഷർമെന്റില് ചേഞ്ചസ് ഒന്നുമില്ലല്ലോ? അത് മെഷർമെന്റ് ഡോറിന്റെ അതേപോലെ തന്നെ ഇപ്പം നോർമലി ഡോറ്, അതേപോലെ തന്നെ വിൻഡോസ്, ഈ ഫ്രണ്ട് പോർഷനിലെ വിൻഡോസ് നമ്മളെ ഫുള്ള് 4 പാളിയും വാതിലിന് ഒപ്പമുള്ള പൊക്കവും ഹൈറ്റ്. ഇതിൽ ഗ്ലാസുകൾ നമ്മുടെ ബാൽക്കണിയിൽ ഗ്ലാസുകൾ, അങ്ങനത്തെ ഗ്ലാസ് ഇത് ആഡ് ചെയ്യുന്നുണ്ടോ? ഗ്ലാസ് ആണോ അതോ നോർമൽ? ഗ്ലാസ്. ഈ ഫർണിച്ചേഴ്സ് ഒക്കെ വുഡിലാണോ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്? വുഡ്. പിന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടത് ഒരു മോഡേൺ ബേസിലാണോ അതോ ഒരു ട്രഡീഷണൽ ബേസിലാണോ അതോ മിക്സ് ആണോ? മോഡേൺ ബേസിൽ ചെയ്താൽ മതി.
മോഡേൺ ബേസിൽ ചെയ്ത് കളഞ്ഞു. കണ്ടംപററി. ഓക്കെ ഓക്കെ. ഞാൻ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും കൂടെ ഒന്ന് എടുക്കാം ട്ടോ നമുക്ക്. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ. ഇതില് 2 ബെഡ്റൂം വരുന്നുണ്ട്, ബെഡ്റൂം വിത്ത് ബാത്റൂം വരുന്നുണ്ട്, പിന്നെ ലിവിങ്, ഓപ്പൺ ഏരിയ, ലൈബ്രറി, പിന്നെ ഇതില് അപ്പർ ലിവിങ് വരുന്നുണ്ടോ? അപ്പർ ലിവിങ് അല്ല, അപ്പർ ലിവിങ് മുകളിലോട്ട് കയറാനുള്ളതല്ലേ? അതെ അതെ. അത് നമ്മളാണ്ട് ഈ ലൈബ്രറിയുടെ ബാക്കിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ, അതുവഴി മുകളിൽ അതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഈ ബാൽക്കണിയിലേക്ക് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ആണ് ഉദ്ദേശിക്കുന്നത്? ബാൽക്കണിയിലേക്ക് എവിടുന്ന്? ലൈബ്രറിന്ന് ഇറങ്ങാനാ? ബാൽക്കണിയിലേക്ക് നമ്മൾ പോകാനായിട്ട് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചത്. നമ്മൾ നോർമൽ ഡോർ ഉപയോഗിക്കുന്ന ചിലർ സ്ലൈഡിംഗ് ഡോർ ഉപയോഗിക്കും. ഏതാണെന്ന് നോക്കാം, ഭംഗി ഏതാ നോക്കാം. ഓക്കെ, അല്ല, നമ്മള് നോർമൽ ഡോർ മതിയല്ലോ. ഓക്കെ, നോർമൽ ഡോർ മതി. ഈ ബാൽക്കണിയില് ഹാൻഡ് റെയിലൊക്കെ നമ്മൾ ഗ്ലാസ് അല്ലേ ഉപയോഗിക്കുന്നത്, പിടിക്കുന്നത്? ഗ്ലാസ്. അതെ അതെ അതെ. ഓക്കെ, ശരി. ഇതില് സാറിന് പ്രത്യേകം എന്തെങ്കിലും പറയാനുണ്ടോ? എടുത്തു പറയാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമുക്ക് ഈ പറഞ്ഞോ. ഫസ്റ്റ് ഫ്ലോറിലെ നമ്മള് ഈ ലിവിങ്ങിന്റെ മുകളിലായിട്ട് റൂം വരുന്നുണ്ടല്ലോ. അപ്പം ആ റൂമിൽ നിന്ന് ലിവിങ്ങിൽ ഇരിക്കുന്നവരെ കാണാൻ കണക്കാക്കി അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പേസ്, ഒരു അതാ ജനൽ കൊടുക്കണമോ? ആ റൂമിൻ്റെ ജനൽ ഈ സൈഡിൽ ലിവിങ്ങിന്റെ മുകളിലായിട്ട് ജനൽ വന്നാൽ വൃത്തികേടാവോ, മോശമാവോ? അതാ നമുക്ക് അവിടെ ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ബാൽക്കണി ചെറിയൊരു സ്പേസ് കിട്ടും. അതായത് ഇവിടെ ഇരുന്നാൽ, ഈ ലിവിങ്ങിൽ ഇരുന്നാൽ പൊക്കത്ത, ഈ ലിവിങ്ങിന്റെ കാര്യമല്ലേ പറഞ്ഞേ? ഈ ലിവിങ്ങിന്റെ കാര്യമല്ലേ പറഞ്ഞേ? അതെ, ഇവിടെ ലിവിങ്ങിന്റെ മുകളിലായിട്ടല്ലേ വരുന്ന ഈ റൈറ്റ് സൈഡിലെ റൂം? ലിവിങ്ങിന്റെ മുകളിലായിട്ടാണ് നമ്മളെ റൂം വരുന്നത്. അപ്പൊ ആ റൂമിൽ നമ്മൾ താഴേന്ന് ഒറ്റ ചുവരായിട്ടാണ് പോകുന്നത് മുകളറ്റം വരെ. ഓക്കെ, ശരി. അപ്പം അതിൽ അങ്ങനെ ഒരു വൃത്തികേട് വരുമോ? നമ്മൾ ലിവിങ് അവിടെ നിന്ന് വരുമ്പോൾ ആ പോർഷൻ അങ്ങനെ ഒറ്റ ചുവരായിട്ട് പോകുമ്പോഴേ വൃത്തികേട് വരുമോ? നമുക്ക് മുകളിലൊരു ബാൽക്കണി പോലെ ചെറിയൊരു സ്പേസ് കൊടുക്കണമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ സ്പേസ് ഇട്ടിട്ടില്ല, ഒരു തള്ളു. അത് നമുക്ക് ആ സ്ട്രക്ചർ ചെയ്ത് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാൻ പറ്റുക. നമുക്ക് ഫസ്റ്റ് ഗ്രൗണ്ട് ചെയ്ത് നമ്മൾ വരുമ്പോഴായിരിക്കും പൊക്കത്തേക്ക് വരുന്നത്. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ആ സമയത്ത് അതിൽ എന്താണോ ഉചിതമായി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അത് ചെയ്യാം. നമുക്കൊരു ബാൽക്കണി പോലെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് അധികം മോശമാകാത്ത രീതിയിൽ നമുക്ക് നോക്കാം. അത് മോശമാവുമെങ്കിൽ അത് വേണ്ട, ഇല്ലെങ്കിൽ അത് ഇത്തിരി കൂടെ ഭംഗിയുണ്ടെങ്കിൽ അത് ചെയ്യാം. ശരി. അതുപോലെ സ്റ്റെയർ നമുക്ക് ഏതാണോ കൊടുക്കാൻ കഴിയും ഇപ്പം പറ്റുന്നത്? സ്റ്റെയർ ഇപ്പോഴത്തെ മോഡൽ ഉണ്ട്, മറ്റേ ഹാൻഡ് റെയിലാണോ? ഹാൻഡ് റെയിൽ ഉണ്ട്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്. സാർ ഏതാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് അത് തന്നെ എടുക്കാം. ഇത് ഇന്റീരിയലാണോ നിങ്ങൾ നോക്കുന്നത്? അതെ അതെ, ഇന്റീരിയൽ. 3Dയുടെ കേസാണ് ഞാൻ പ്രധാനമായി പറഞ്ഞത്. നമുക്ക് സ്റ്റെയർ നമുക്ക് പല മോഡലുകൾ നമ്മുടെ കൈവശമുണ്ട്, നമ്മൾ അത് അയച്ചു തരാം. അതിൽ നോക്കിയിട്ട് തിരിച്ചയച്ചാൽ മതി. സാറിന്റെ കയ്യിൽ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ സാർ അതൊന്ന് അയച്ചു തന്നാൽ മതി. അല്ല, ഈ പ്ലാനുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ മാഡത്തിന്? നോക്കിയിട്ട് ഇത് ഞങ്ങൾ വരച്ചതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് നമുക്ക് കുറച്ചും കൂടെ ആപ്റ്റാവും. ആ സ്ട്രക്ചർ കഴിഞ്ഞ ശേഷമായിരിക്കും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുക. ഒറ്റയടിക്ക് നമുക്കത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഫുൾ ഇത് നമുക്ക് കിട്ടും. നമുക്കൊരു മിനിയേച്ചർ പോലെ ഫുള്ള് കാണാൻ പറ്റും. അപ്പൊ അതിലെന്തെങ്കിലും നമുക്ക് അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാൻ. ആ സ്റ്റെയർ നമുക്ക് താഴേന്ന് കയറി വന്നിട്ട് ഒരു നീട്ടി ഇപ്പുറത്തെ ചെവരിൽ കൂടെ അടുത്ത് കയറാൻ കണക്കാക്കി ചെയ്യാൻ കഴിയില്ലേ? അത് ലോങ് ആയി പോകും.
ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ആ ഈ പ്ലാൻ വെച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിലെന്ത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിലൊന്നും മാറ്റം വരുത്താം. ഫസ്റ്റ് ഈ പ്ലാൻ പോലെ തന്നെ ഒന്ന് പോവാം. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താം. ഓക്കെ, സാറിന്റെ കയ്യിൽ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അയച്ചു തരണം. നമ്മുടെ കയ്യിലുള്ള റെഫറൻസ് നമ്മൾ ഷെയർ ചെയ്ത് തരാം. അന്ന് ഷെയർ ചെയ്ത് നോക്കാം. എന്നിട്ട് 3D ഒന്ന് ആക്കി തരണം. 3D ആണ് അപ്പം അടിയന്തരമായി വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്റീരിയൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചർ ചെയ്തിട്ട് സാറിന് കാണിച്ചു തരാം. എന്നിട്ട് ആ സ്ട്രക്ചർ കാണുമ്പോഴേക്കും നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരുത്താം, ഓരോന്നും നോക്കിയിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നമ്മുടെ മോഡൽസ് എല്ലാം സാറിന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇനി ഒരു സ്ട്രക്ചറിന്റെ മീറ്റിംഗ് ഞാൻ നേരത്തെ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.